നമസ്കാരം പ്രിയപ്പെട്ടവരെ, മൈൻഡിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. പതിവ് പോലെ നമ്മോടൊപ്പം ഒത്തുചേരുകയാണ് ബിജു തോമസ്. നമസ്കാരം ബിജു. നമസ്കാരം പ്രദീപ്. നമ്മൾ 6ാമത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നു. ധാരാളം ആളുകൾ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. എന്തായാലും അവരുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. വളരെ സന്തോഷമാണ്. നമ്മുടെ ഈ പരിപാടി ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഒരു പുതിയൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ നമ്മൾ ലഹരിയെ പറ്റിയായിരുന്നു സംസാരിച്ചത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് ഇത്തവണയും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പാരൻറ്റിങ് എന്ന വലിയൊരു വിഷയമാണ്. ആ വിഷയത്തെ നമുക്ക് 2 എപ്പിസോഡിൽ ചുരുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും നമ്മൾ ട്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം. പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പാരൻറ്റിങ് വളരെ വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നറിയാത്ത പാരൻസിൻ്റെ എണ്ണം കൂടി വരുന്നു. ഞാൻ പറയാറുണ്ട്, സാധാരണ ഒരു ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ പോലും 18 വയസ്സ് കഴിഞ്ഞ ഒരു 8 ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും എടുക്കുന്നത്. പലപ്പോഴും ഒരു കുട്ടിയുടെ അച്ഛനാവാനോ അമ്മയാവാനോ നമ്മളിങ്ങനത്തെ യാതൊരു പരിശീലനവും തേടുന്നില്ല. ഒരു അനുഭവത്തിൻ്റെ ഒരു വെളിച്ചം മാത്രം നമുക്കതിന് ഉതകുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പാരൻറ്റിങ്ങിനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുക? എന്താണ് അതിനെപ്പറ്റി ആദ്യം പറയാൻ സാധിക്കുക? അതെ, തീർച്ചയായിട്ടും പ്രദീപ്. നമ്മൾ ഈ സീരീസ് തുടങ്ങിയ സമയം മുതൽ നമ്മൾ കുട്ടികളുടെ ഇഷ്യൂസാണ് പ്രൈമറിലി അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് അറിയാമല്ലോ, നമ്മൾ കരിയർ ചോയ്സിനെ പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജെൻ ആൽഫ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അത് നമ്മൾ ഡ്രഗ്സിൻ്റെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഇത് കുട്ടികളുടെ ഒരു സീരീസ് ആയിട്ടാണ് നമ്മളിതിങ്ങനെ തുടർന്ന് വരുന്നത്. അപ്പോൾ ഈ പാരന്റിങ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു കുട്ടികളുടെ ഇഷ്യൂസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആ കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് നമ്മൾ ഈ പാരന്റിങ് നമ്മൾ ഈ പ്രാവശ്യം ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഓഫ് കോഴ്സ് പാരന്റിങ് ഒരു വലിയ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. നമുക്ക് മണിക്കൂറുകളോളം അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളം സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ പ്രൈമറിലി നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ പുതിയ ജനറേഷനെ എങ്ങനെ പാരന്റിങ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് എങ്ങനെ പുതിയ പേരൻസ് എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ന്യൂ ജനറേഷൻ പാരന്റിങ് അല്ലെങ്കിൽ പുതിയ കാലത്തെ ആധുനിക പാരന്റിങ്, പണ്ടൊക്കെ ഒരു വീട്ടിൽ 1-2 കുട്ടികളല്ല, ധാരാളം കുട്ടികളുണ്ടാവും. അപ്പം അതിനിടയിൽ എല്ലാവരും ഇങ്ങനെ വളർന്നു പോകുന്നൊരു സിറ്റുവേഷൻ. ഇന്ന് അങ്ങനെയല്ല, 1, 2 അല്ലെങ്കിൽ മാക്സിമം 3 എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ വളരെ കൺസേൺഡ് ആണ് പാരൻസ്. ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ നമ്മൾ വളർത്തിയെടുത്ത് സമൂഹത്തിന് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു പുതിയ ജനറേഷനിലെ പാരന്റ് ഉണ്ടാവേണ്ടത്? അപ്പോൾ അത് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, നമ്മുടെ പാരന്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ കാലഘട്ടത്തിൽ വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണെന്ന് പറയാം. പണ്ടൊക്കെ നമ്മൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അല്ലെ നമ്മുടെ സമൂഹമായിട്ട് കൂടുതലൊക്കെ അറ്റാച്ച് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പല എക്സാമ്പിൾസും പുറത്തു നിന്ന് കിട്ടുമായിരുന്നു. അവരുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന് അവർക്ക് ഒരുപാട് ടിപ്സ് ഒക്കെ കിട്ടുമായിരുന്നു. അവർക്ക് ഒരു നല്ല ഹൗ ടു ഡെവലപ്പ് ആസ് എ ഗുഡ് കിഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അവർക്ക് നേടാൻ സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു കാലഘട്ടത്തിൽ പേരൻസ് ആണ് അവരുടെ ഓൾ ഇൻ ഓൾ. അവരെ എപ്പോഴും നോക്കുന്നത് പേരൻസിൽ നിന്നാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ സാധാരണ പറയാറുണ്ട്, വെൻ എ ചൈൽഡ് ഈസ് ബോൺ എ പേരന്റ് ഈസ് ബോൺ. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു പേരന്റും ജനിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ പാരന്റ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ രീതിയിൽ നമ്മളൊരു പാരന്റ് എന്ന നിലയ്ക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, നമ്മളുടെ പാസ്റ്റ്, ഒരു പേരന്റിന്റെ പാസ്റ്റിലേക്ക് ആ കുട്ടികളെ ആ രീതിയിൽ വളർത്താനാണ് സാധാരണ രീതിയിൽ ശ്രമിക്കുക. അപ്പൊ ഇപ്പോൾ ജനിക്കുന്ന ഒരു കുട്ടീനെ ആ കുട്ടീൻ്റെ പേരന്റ് അതിനെ പഴയ ജനറേഷൻ രീതിയിൽ വളർത്താൻ ശ്രമിക്കുകയും ആ കുട്ടീനെ നമ്മൾ പുതിയ ജനറേഷനിലേക്കാണ് അതിൻ്റെ നോട്ടം, അതിൻ്റെ വളർച്ച പുതിയ ജനറേഷനിലാണ്. അപ്പം ഇത് തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് പ്രൈമറിലി നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നൽകേണ്ട ഒരു ടിപ്സ്, അല്ലെങ്കിൽ എങ്ങനെ എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ആക്ച്വലി പേരൻസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് പറയാറുണ്ട്. നമ്മൾ പല കുട്ടികളെയും നമ്മുടെ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാംസ് അല്ലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ നമ്മൾ ഒരുപാട് കുട്ടികളെ കാണുന്നതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ അവരെ കാണുകയും സംസാരിക്കുകയും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ അവരെ വളർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അറിയാമല്ലോ പ്രതി.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ കുട്ടികൾ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവർ പല കുട്ടികളും ഈവൻ ഒന്ന് സ്മൈല് ചെയ്യാൻ പോലും വിമുഖത കാണിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അവർക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജനറലി ദേ ഡോണ്ട് ടോക്ക് മച്ച്. എപ്പോഴും പിന്നെ ദേ ആർ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന പല കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ പേരൻസിൽ നിന്ന് കിട്ടുന്ന അവരുടെ വീട്ടിലെ അന്തരീക്ഷം എന്താണെന്ന് കുട്ടികളുടെ മുഖത്ത് നോക്കിയാലോ, കുട്ടികളോട് ഇടപെട്ട് കഴിഞ്ഞാൽ വീട്ടിലെ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നേരത്തെ ബിജു പറഞ്ഞതുപോലെ പഴയ രീതിയിൽ ഈ അച്ചടക്കത്തിനും അനുസരണത്തിനൊക്കെയാണ് വലിയൊരു ഇമ്പോർട്ടൻസ്. അച്ഛൻ പറഞ്ഞു എന്നാൽ അവിടെ നിൽക്കും, അവിടെ നിൽക്കും, അങ്ങനെ ഒരു. അപ്പോൾ പഴയത് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പേരൻസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. അവർ മുമ്പോട്ടാണ് ചിന്തിക്കുന്നത്, മറ്റേ അച്ഛനമ്മമാരാണെങ്കിൽ പിന്നോട്ടാണ് ചിന്തിക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പിന്നെ കുറച്ചേറെ ടിപ്സ് നമുക്കിപ്പം എനിക്ക് തോന്നുന്നത് സമയപരിധി മൂലം നമുക്ക് കുറച്ച് ടിപ്സ് പറയാൻ തോന്നും. ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പേരൻസ് എന്ന നിലയിൽ കുട്ടികളെ ശ്രവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കേൾക്കുക. അതാണല്ലോ നമ്മൾക്ക് സമയമില്ല. വി ആർ വെരി ഫാസ്റ്റ്. നമ്മുടെ ലൈഫ് ഈസ് വെരി ഫാസ്റ്റ്. അപ്പോൾ കേൾക്കാനായിട്ട് കുട്ടികൾ നമ്മൾ പേരൻസ് കേൾക്കാനായിട്ട് മടി കാണിക്കും. അപ്പോൾ ആദ്യമേ നമുക്കിത് കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം അഡ്വൈസ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഉപദേശിക്കുക എന്ന് പറയാറുണ്ടല്ലോ. ഒരിക്കലും കുട്ടികളെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് കുട്ടികൾ കണ്ടും കേട്ടുമാണ് കൂടുതലും പഠിക്കുന്നത്. പേരൻസിൽ നിന്നും കണ്ടും മനസ്സിലാക്കിയും പേരൻസിൻ്റെ ആക്ഷൻസും അവരുടെ പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് കുട്ടികൾ തന്നെ പഠിച്ചോളും. യു ഡോണ്ട് നീഡ് അഡ്വൈസ്. നമുക്ക് ആർക്കും അഡ്വൈസ് പിന്നെ കേൾക്കുന്നത് ഇഷ്ടമല്ല. അത് ജനറലി ആർക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ അഡ്വൈസ് എന്ന് പറയുന്നത് അവർക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ്. അപ്പം യു ഡോണ്ട് നീഡ് ടു അഡ്വൈസ് യുവർ കിഡ്. ഓക്കെ, ലീഡ് ബൈ എക്സാമ്പിൾ നമ്മൾ സാറിന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ നമുക്ക് സാധാരണ രീതിയിൽ ഇഷ്ടമില്ല. എൻ്റെ മകൻ തന്നെ എന്നോട് ഇത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. അതെ. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ അവർ ഗുഡ് തിങ്കിങ് കപ്പാസിറ്റി ഉള്ളവരാണ്. ഓക്കെ, അവരുടെ തിങ്കിങ് പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനെക്കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദേ ആർ ഓൾസോ അണ്ടർ സ്ട്രെസ്, വേരിയസ് കണ്ടീഷൻസ് ഉണ്ട്, അവരുടെ ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് പേരൻസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർ ചിലപ്പം ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അവരെ ഒന്ന് ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുകയോ, അവർ ഏതുതരം ഫീലിങ്സ് ആണെങ്കിലും അത് അക്നോളജ് ചെയ്യുക. ഒരു പേരൻ്റ് എന്ന നിലയിൽ അത് അഡ്രസ്സ് ചെയ്യുക, അക്നോളജ് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് എല്ലാ പേരൻസും ശ്രദ്ധിക്കുന്ന വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ആവശ്യം എന്താണ്, അത്യാവശ്യം എന്താണ്, അല്ലെങ്കിൽ അനാവശ്യം എന്താണ്, ഈ 3 ആസ്പെക്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഇത് തമ്മിലുള്ള തിരിച്ചറിവില്ലായ്മയാണ് പലയിടത്തും പല വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് തന്നെ അറിയില്ല വാട്ട് ഈസ് ദ വോണ്ട്സ് അല്ലെ വാട്ട് ഈസ് ദ നീഡ്സ്. അപ്പം ഇതിനുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് അത് പ്രൈമറിലി പേരൻസ് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുട്ടികളെ ഒരിക്കലും കമ്പൽ ചെയ്യാൻ പാടില്ല. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ പാടില്ല. നമ്മളവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടത്. അപ്പം കൺവിൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഏതെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടത്. കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഓൾവേസ് ഫൈൻഡ് റെസിസ്റ്റൻസ് ഫ്രം യുവർ കിഡ്സ്. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ പേരൻസ് അവരുടെ നടക്കാത്ത കാര്യങ്ങൾ, അവരുടെ അംബീഷൻസ്, അവരുടെ സ്വപ്നങ്ങൾ കുട്ടികളിലൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കും. ഇത് വളരെ തെറ്റായ പ്രവണത. ധാരാളം പേര് ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക്. ഞാൻ ഡോക്ടറായില്ല, പക്ഷെ എൻ്റെ മകനെ ഒരു ഡോക്ടർ ആക്കണമെന്ന് പറഞ്ഞ് തുടക്കം മുതൽ വളർത്തുന്ന പേരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കുട്ടി എന്ന് പറയുന്ന ഈസ് അനദർ ഇൻഡിവിജ്വൽ. അതിൻ്റെതായ വിചാരങ്ങളും തോട്ട് പ്രോസസ്സും അതിൻ്റെതായ ആവശ്യങ്ങളും അതിൻ്റെതായ കാഴ്ചപ്പാടുകളും ഉണ്ട്. അപ്പം നമ്മൾ അത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള ഒരു നമ്മുടെ സൊസൈറ്റി, അറൗണ്ട് ദ സൊസൈറ്റി, നമുക്ക് നല്ല ആൾക്കാരെ കാണാനായിട്ട് വളരെ റെയറാണ്. വി ഡോണ്ട് സീ ഗുഡ് പീപ്പിൾ അറൗണ്ട്. അപ്പോൾ
എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല ആൾക്കാരുമായിട്ട് പരിചയപ്പെടുത്താനും ഒക്കെ ശ്രമിക്കണം. അവരതിനകത്ത് ബിക്കോസ് ദർ ഇസ് സോ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് റോൾ മോഡൽസ്. ഇപ്പം നമുക്കറിയാമല്ലോ, പേരൻസ് themselves can become റോൾ മോഡൽസ്. പക്ഷെ അതല്ലെങ്കിൽ തന്നെ മറ്റുള്ള റോൾ മോഡൽസ് ഇപ്പം കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവൈലബിൾ അല്ല. ഞാൻ സാധാരണ ചെയ്യുന്നത്, ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മക്കള് പിന്നെ ഞങ്ങൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ഹോസ്പിറ്റൽ വിസിറ്റ്സ് പോകാറുണ്ട്, അല്ലെ അനാഥാലയങ്ങളിൽ പോകാറുണ്ട്, ചാരിറ്റി ചെയ്യാറുണ്ട്, അവരെ കൊണ്ട് ചാരിറ്റി ചെയ്യിപ്പിക്കാറുണ്ട്. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ്. അവർ നല്ല വ്യക്തിത്വമുള്ളവരായും നല്ല വ്യക്തികളായിട്ട് വളരുവാനുള്ള പരിശീലനം ഇങ്ങനെയുള്ള ചില മാർഗങ്ങളിലൂടെ നമുക്ക് സാധിക്കാവുന്നതാണ്. കൂടാണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുന്നതാണ്, കുട്ടികളുടെ അഭിപ്രായം നമ്മൾ തേടാറില്ല. നമ്മളെ അഭിപ്രായങ്ങൾ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് സാധാരണ. അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ തേടുക, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക, സംസാരിക്കുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചുള്ള, കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് പേരൻസിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ സ്വന്തം കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കി കാണിക്കുക, അവനെ പഠിക്കാൻ പോരെങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്റ്റ് മോശമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക. ദിസ് ഇസ് വെരി ബാഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേരൻസ് വളരെയേറെ ശ്രദ്ധിക്കണം. എബവ് ഓൾ നമ്മൾ എപ്പോഴും അവരെ വാല്യൂ ഓഫ് മണി, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സാധാരണ രീതിയിൽ കുട്ടികൾക്ക് there is no value, മണിയുടെ വാല്യൂ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരെ നോ പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ തെറ്റുകളിൽ വീഴാതെ അവർക്ക് നോ പറയാനുള്ള ഒരു ശേഷി നേടിയെടുക്കാൻ സാധിക്കും. അത് വീടുകളിൽ തന്നെ അവരെ നോ പറയുന്നത് ഒരു തെറ്റല്ല. അവർക്കൊരു വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ അത് യെസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്, അല്ലെങ്കിൽ എനിക്കിത് സാധിക്കില്ല, ഐ വിൽ നോട്ട് ഡു ഇറ്റ് എന്ന് പറയുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ നല്ല കുട്ടികളാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പലപ്പോഴും നമ്മൾ അവരോട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളെക്കാൾ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അവർക്ക് നമ്മളെക്കാൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാം. കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡ് കഴിഞ്ഞൊരു പേരൻറ്റ്, നിങ്ങൾ വല്ലാതെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ്, കുട്ടികളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ യാഥാർത്ഥ്യബോധം ചിന്തിച്ചു തുടങ്ങിയാൽ ഇന്നത്തെ കുട്ടികൾ കുറേ കൂടി നമ്മളെക്കാൾ നല്ല മനുഷ്യരാണ്. അവർക്കെല്ലാം നല്ലതായി നടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് തിരിച്ചറിയുക. അതെ, അതുകൂടാണ്ട് ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയത് പറയാനെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ പിന്നെ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുമെന്ന് സാറിന് പറയും. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തെങ്കിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരെ, ബിക്കോസ് എല്ലാവർക്കും അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈവൻ മുതിർന്നവർക്കും കൂടെ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും പലതും ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കുട്ടികൾക്ക് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വളരെ കാര്യമാണ്. ഞാനെപ്പോഴും പറയാവുന്നൊരു കാര്യം വെച്ചാൽ, കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ കേരളത്തിലൊക്കെ അറിയാം, ഏറ്റവും അധികം ബാധിക്കുന്ന IVF ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽസാണ്. അത്രയധികം ആളുകൾ കുട്ടികളില്ലാതെ സങ്കടപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയെ എത്ര മനോഹരമായി വളർത്താം, ആ ഒരു ഏറ്റവും സമൂഹത്തിന് ഉതകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയാകാൻ പറ്റുന്ന ഒരു പൗരനാക്കി അദ്ദേഹത്തെ മാറ്റുക എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു എന്താ പറയേണ്ട ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഭാഗം കൂടിയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഇന്നത്തെ സമയം നമുക്ക് കഴിയാറായിരിക്കുന്നു ഈ എപ്പിസോഡിൻ്റെ. പക്ഷേ അടുത്ത ആഴ്ച നമുക്ക് എന്താണ് സംസാരിക്കാൻ പറ്റുക, ഈ പാരന്റിങ്ങിനെ പറ്റി പറയാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? അത് അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പോൾ പിന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞു എന്നിരുന്നാലും പേരൻസിൽ നിന്നും കുട്ടികൾക്ക് എന്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ പേരൻസ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. അതെല്ലാ പേരൻസും കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വിഷയമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മളിപ്പോൾ നേരെ മറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്, അല്ലേ? കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നത്, ഇനി പേരൻസിൽ നിന്ന് പഠിക്കാം, അതാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത ആഴ്ച ആ ഒരു വിഷയമായിരിക്കും ഞങ്ങൾ ചർച്ച ചെയ്യുക. പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയം സംസാരിക്കാം. അതുവരേക്കും ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് ഞാനും ബിജു തോമസ്. നന്ദി, നമസ്കാരം. നമസ്കാരം.